ഇവിടെ ആര് ഖസ്റായി നമസ്കരിക്കുമ്പോഴും അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറയാതെ നിസ്കരിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിന്റെ പേര് പറയാത്ത ഒരു നമസ്കാരവുമില്ല. എങ്ങനെയാ പേര് പറയുന്നത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ. അങ്ങകല മദീനയിലെ ആ റൗള ശരീഫിൽ കഴിയുന്ന നബിയേ, അവിടുത്തെയുടെ മേലെന്ന് അങ്ങ് അകലെ പറയുന്ന, അങ്ങ് അകലെ കിടക്കുന്ന ഒരാളോട് പറയുന്നതാണ് അസ്സലാമു അലൈഹി എന്നല്ല, അസ്സലാമു അലാ മുഹമ്മദിൻ എന്നല്ല, അസ്സലാമു അലൻ നബി എന്നല്ല, അസ്സലാമു അലൈക, അസ്സലാമു അലൈക, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഞാൻ ഈ നമസ്കരിക്കുന്ന പള്ളിയിൽ എന്റെ കൂടുള്ള, എന്നോടൊപ്പമുള്ള വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളിലുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളിലുണ്ട്. നിങ്ങളുടെ കൂടുണ്ടെന്നല്ല, നിങ്ങളുടെ ഒപ്പമുണ്ടെന്നല്ല, നിങ്ങളുടെ അടുത്തുണ്ടെന്നല്ല, നിങ്ങളുടെ അയലത്തുണ്ടെന്നല്ല. അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്, നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. അബ്ദുൽ നാസർ മൗദനിയിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ആയിരങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. ലോകത്തെ കോടാനുകോടി വിശ്വാസികളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യമുണ്ട്. ആ തന്നോടൊപ്പമുള്ള, തന്നിലുള്ള അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാ പറയുന്നത് അസ്സലാമു അലൈക നബിയേ, എന്റെ കൂടുള്ള, എന്നോടൊപ്പമുള്ള നബിയേ, അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരില് ലോകത്തെ കോടാനുകോടി പള്ളികളിൽ നിന്ന് റസൂലുള്ളാഹിക്ക് നബിയേ, അങ്ങയുടെ പേരിൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അപ്പ പ്രത്യുത്തരം നൽകും മക്കളെ, അപ്പ പ്രതികരിക്കും മക്കളെ. വഅലൈക്കുമുസ്സലാം. അല്ലാഹുവിന്റെ ഹബീബ് സലാം മടക്കും, യാതൊരു സംശയവും വേണ്ട. ഇത് വിശ്വസിച്ചാലേ മുസ്ലിമാവുകയുള്ളൂ, ഇത് വിശ്വസിച്ചാലേ മുഅ്മിനാവുകയുള്ളൂ.